Hi all, welcome to Learnino. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ തന്നെ അടുത്തൊരു ടോപ്പിക്കാണ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആൻഡ് ലാച്ചസ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. നമുക്ക് കുറച്ച് MCQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സിംഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് എ മോഡുലോ ഡാഷ് കൗണ്ടർ. ഒരു സിംഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് മോഡുലോ 1 കൗണ്ടർ ആണോ, മോഡുലോ 2 കൗണ്ടർ, അതോ 0, മോർ ദാൻ വൺ ഓഫ് ദ എബോവ്, നൺ ഓഫ് ദിസ്. ഒരു സിംഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്, 0യും 1ഉം. ഓക്കെ, ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണത്, ആ രണ്ട് സ്റ്റേറ്റിൽ സ്വിച്ച് ചെയ്യുകയാണ്. 0 ആൻഡ് 1 എന്ന് പറയുന്ന 2 സ്റ്റേറ്റ്സിൽ സ്വിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്യുന്നു, അങ്ങനെയാണ് ആ പേര് തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ മോഡുലോ n കൗണ്ടർ എന്ന് പറയുകയാണെങ്കിൽ ഇതിന് രണ്ട് സ്റ്റേറ്റ്സ് അല്ലേ ഉള്ളൂ. സോ രണ്ട് സ്റ്റേറ്റ്സേ ഉള്ളൂ ഇതിന്. സോ ഇത് എന്തിന് ഇക്വലന്റ് ആണ്? ഒരു മോഡുലോ 2 കൗണ്ടറിനാണ് ഇത് ഇക്വലന്റ് ആയിട്ടുള്ളത്. സോ ഇവിടെ ആൻസർ എന്താണ്? മോഡുലോ 2 ആണ്. 2 ആണ് ആൻസർ. ഒരു സിംഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു മോഡുലോ 2 കൗണ്ടറിന് ഇക്വലന്റ് ആണ്. അത് ആ രണ്ട് സ്റ്റേറ്റ്സിൽ ഫ്ലിപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി 0യും 1ഉം ആയിരിക്കും 2 സ്റ്റേബിൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്. ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്താണ്? അത് ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെയാണ്. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷനിൽ നമ്മൾ കണ്ടതാണ്. കോമ്പിനേഷനും സീക്വൻസിലും തമ്മിലുള്ള ഡിഫറൻറ്റ് ആണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതേസമയം അതിന്റെ പാസ്റ്റ് ഔട്ട്പുട്ടിനെയോ ഒന്നും, അത് ക്ലോക്കിനെയോ ഒന്നും അവരുടെ കോമ്പിനേഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേസമയം സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിനെ മാത്രമല്ല, ക്ലോക്കിനെയും അതുപോലെ തന്നെയുള്ള പാസ്റ്റ് ഔട്ട്പുട്ടിനെയും പാസ്റ്റ് സ്റ്റേജസിനെയും അല്ല പ്രീവിയസ് സ്റ്റേജസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെയാണ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, which condition is shown in JK flip-flop as no changes next state from the present state. Present stateൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ചേഞ്ചസ് ഒന്നുമില്ല, നോ ചേഞ്ച് ഉള്ളത് JK ഫ്ലിപ്പ്-ഫ്ലോപ്പിന്റെ ഏത് കണ്ടീഷൻ? അപ്പോൾ അതിന്റെ ട്രൂത്ത് ടേബിൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ JKയിൽ J0യും K0യും ആവുമ്പോഴാണ് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് നമുക്ക് ചേഞ്ചസ് ഇല്ലാത്തത്, നോട്ട് ചേഞ്ച് ആണ്. 0യും 1ഉം വന്നാൽ റീസെറ്റും, 1-0 വന്നാൽ സെറ്റും, 1-1 ടോഗിൾ കണ്ടീഷനുമാണ്, ടോഗിൾ കണ്ടീഷനുമാണ്. സോ ഏത് കണ്ടീഷനിലാണ് നോ ചേഞ്ച്? J is equal to K is equal to 0യിലാണ് നോ ചേഞ്ച് ഉള്ളത്, നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ഒന്നും ഇല്ലാത്തത്. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ ബി മേഡ് ഫ്രം എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ബൈ മേക്കിംഗ്. നമുക്കറിയാം D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് JKക്ക് രണ്ട് ഇൻപുട്ടാണുള്ളത്, പക്ഷേ D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് അതിന് ഒരു ഇൻപുട്ട് ടെർമിനേ ഉള്ളൂ. അപ്പം JKയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഡിയിലേക്ക് വരുന്നത്? JKക്കകത്ത് രണ്ട് ഇൻപുട്സ് ആണ് ഉള്ളത്, അതിനെ നമുക്ക് ഒന്നാക്കണം. അതിന് വേണ്ടിയിട്ട് J ഇൻപുട്ട് ഒരു ഇൻവെർട്ടറിൽ കണക്ട് ചെയ്തിട്ട് Kയിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അതാണ് നമ്മൾ D ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഇൻപുട്ടേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മളൊരു ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്നിട്ട് അപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ടെർമിനലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടും സെയിം തന്നെ ആയിരിക്കും. D 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആകും. D 1 ആകുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആവുകയും ചെയ്യും. 1 ആവുകയും ചെയ്യുന്ന സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇത് എന്തിനാണ്? ഡിലേ സർക്യൂട്ട്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഔട്ട്പുട്ട് സ്റ്റേജിന് വ്യത്യാസമില്ലല്ലോ, ഡിലേ സർക്യൂട്ട്സിലാണ് നമ്മൾ D യൂസ് ചെയ്യുന്നത്. ഇനി ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, അത് SRലും ഇങ്ങനെ തന്നെയാണല്ലോ. ഒരു SR D ആക്കാനും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. JK D ആക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? Jയിൽ ഒരു നോട്ട് കണക്ട് ചെയ്തിട്ട് അതാണ് Kയിൽ കൊടുക്കുന്നത്. സോ J എന്ന് പറയുന്നത് Kയുടെ ഇൻവേർട്ടഡ് ആയിരിക്കും. J is equal to K ബാർ ആണ്. SRലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. S is equal to R ബാർ ആണ് D ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. സെയിം പ്രോസസ്സ് തന്നെയാണ്. So fifth question, which is used for storing the 1-bit digital data. 1-bit digital data store ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. What is the characteristics of a master slave flip flop? Master slave flip flopന്റെ ക്യാര എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ഒരു കാസ്കേഡഡ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ പോകുന്ന ഒരു കാസ്കേഡഡ് സ്ട്രക്ചർ ആണ് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതില് ഫസ്റ്റിനെ നമ്മൾ മാസ്റ്റർ എന്നും നെക്സ്റ്റിനെ നമ്മൾ സ്ലേവ് എന്നും പറയുന്നത്. അപ്പൊ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് is triggered by the external clock pulse. ഇവിടെ ഒരു എക്സ്റ്റേണൽ ക്ലോക്ക് പൾസ് വെച്ചിട്ട് എന്താണ് ട്രിഗർ ചെയ്തിട്ടുണ്ട്. അതേസമയം സ്ലേവ് എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ മാസ്റ്ററിൽ നിന്നുമാണ്.
മാസ്റ്ററിൽ നിന്നുമാണ്. ഇതിന്റെ ഇൻവേർട്ടഡ്, ക്ലോക്കിന്റെ ഇൻവേർട്ടഡ് ആണ് നമ്മൾ സ്ലേവിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അതായത് മാസ്റ്റർ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആയിരിക്കും നമ്മുടെ സ്ലേവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ക്ലോക്ക് പൾസ് ഇൻവേർട്ട് ചെയ്തിട്ടാണ് സ്ലേവിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് ഔട്ട്പുട്ട്, അതായത് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് slate of the slave is affected because of the output is taken at the slave. സ്ലേവിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ മാസ്റ്ററിന്റെ ഔട്ട്പുട്ട് സ്ലേവിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. മാസ്റ്ററിലേക്ക് ഒരു എക്സ്റ്റേണൽ ക്ലോക്ക് കൊടുത്തിട്ട് അതിനെ ട്രിഗർ ചെയ്യുന്നു. അത് ഇൻവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നത്, സ്ലേവിലേക്ക് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടീഷനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്? ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട് occurs when the state of the master is affected. Both the master and the slave states are affected at the same time. Change in the output occurs when the state of the slave is affected. അതാണ് ആൻസർ അല്ലേ? സ്ലേവിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്ലേവിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട് when the state of the സ്ലേവിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. 7th question. The arrangement of a minimum number of n flip-flops can be used to construct any counter with a modulus given by the equations. ഒരു n flip-flops യൂസ് ചെയ്തിട്ട് നമ്മൾ കൗണ്ടർ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് ഫ്ലിപ്പ്-ഫ്ലോപ്സ്, അതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് 2n-1 + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n ആയിരിക്കും കേട്ടോ. നോട്ട് ചെയ്യണേ, തിരിഞ്ഞു പോവല്ലേ. 2n-1 + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n. അപ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത്. 8th question. Latches constructed with NOR and NAND gates tend to remain in the latched condition due to which configuration feature? അതായത് നോറും നാൻഡും ഗേറ്റ്സും യൂസ് ചെയ്തിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ലാച്ച് എന്ന് പറയുന്നത് ലാച്ച്ഡ് കണ്ടീഷനിൽ തന്നെ നിൽക്കാം. അതിനുള്ള കാരണമാണ് അത് ലോ ഇൻപുട്ട് വോൾട്ടേജ് ആണോ, സിങ്ക്രണസ് ഓപ്പറേഷൻ കാരണമാണോ, ഗേറ്റ് ഇംപിഡൻസ് കാരണമാണോ, ക്രോസ് കപ്ലിംഗ് കാരണമാണോ. ഈ ലാച്ച് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് ക്ലോക്ക് ഇല്ലാത്ത അല്ലേ ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് ഒരു ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന് പോലെയാണ് ലാച്ച് എന്ന് പറയുന്നത്. ഇതിന് 2 സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആണുള്ളത്. ഓക്കെ, ഇതിന്റെ ഇൻപുട്സ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബോത്ത് ഇൻപുട്സ് ഓഫ് ദ ലാച്ച് ആർ ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ അതേഴ്സ് ഔട്ട്പുട്ട് ആണ്. സോ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സിനെ നമ്മൾ ക്രോസ് കപ്ലിംഗ് എന്നാണ് പറയുന്നത്, ക്രോസ് കപ്ലിംഗ്. ഓക്കെ, അപ്പൊ ഈ ക്രോസ് കപ്ലിംഗ് കാരണമാണ് ലാച്ചസ് ലാച്ച്ഡ് കണ്ടീഷനിൽ തന്നെ തുടങ്ങുന്നത്. ക്രോസ് കപ്ലിംഗ് എന്നാണ് ഈ ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ പറയുന്നത്. അതായത് ബോത്ത് ദ ഇൻപുട്ട് ഓഫ് ദ ലാച്ചസ് ആർ ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ അടുത്തതിന്റെ ഔട്ട്പുട്ടുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ഒരെണ്ണത്തിന്റെ ഔട്ട്പുട്ട് മറ്റേതിന്റെ ഇൻപുട്ടുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആണ്, ക്രോസ് കപ്ലിംഗ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ക്രോസ് കപ്ലിംഗ് എന്ന് പറയുന്നത്. സോ അത് കാരണമാണ് ലാച്ച് എന്ന് പറയുന്നത് ഒരു ലാച്ച്ഡ് കണ്ടീഷനിൽ തന്നെ ലാച്ചസ് തുടരുന്നത്. അപ്പൊ ഇവിടെ ക്രോസ് കപ്ലിംഗ് ആണ് ആൻസർ പറയുന്നത്. 9th question. The truth table for an SR flip-flop has how many valid entries? അപ്പൊ SR flip-flopന്റെ ട്രൂത്ത് ടേബിൾ അറിഞ്ഞാൽ മാത്രമേ അതിൽ എത്ര വാലിഡ് എൻട്രീസ് ഉണ്ടെന്ന് അറിയാൻ പാടുള്ളൂ. സോ 0 എന്ന് പറയുന്നത് ഹോൾഡ് സ്റ്റേറ്റ് ആണ്, സെയിം പ്രീവിയസ് സ്റ്റേറ്റ് തന്നെയാണ് വരിക. 0-1 എന്ന് പറയുമ്പോൾ റീസെറ്റ് ആണ്, 0 ആകുന്നു. 1-0 ഈ സെറ്റ് ആണ്. 1-1 എന്ന് പറയുന്നത് ഇൻവാലിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ 3 വാലിഡ് സ്റ്റേറ്റ് ആണ് ഉള്ളത്, ഒരെണ്ണം ഇൻവാലിഡ് ആണ്. സോ എത്ര എണ്ണമാണ്? 3 വാലിഡ് സ്റ്റേറ്റ് ആണ്. എസ് മാറും 1 ആകുന്നത് ഇൻവാലിഡ് സ്റ്റേറ്റ് ആണ്, ഇൻവാലിഡ് ആയിട്ടുള്ള എൻട്രി ആണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ബോത്ത് ഇൻപുട്സ് ഓഫ് എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് സൈക്കിൾ ദ ഔട്ട്പുട്ട് വിൽ ഡാഷ്. 2 ഇൻപുട്സും, അതായത് ഒരു സൈക്കിളിന് ഓരോ സൈക്കിൾ കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സെയിം വാല്യൂവിൽ തന്നെയാണ് എത്തുന്നത്. അതായത് J is equal to 0, K is equal to 0 എന്നൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു ക്ലോക്ക് സൈക്കിൾ കഴിയുമ്പോഴത്തേക്ക് J 0 എന്നുള്ളത് 1ൽ എത്തുന്നു, തിരിച്ച് 1 എന്നുള്ളത് 0യിലേക്ക് എത്തുകയാണ്. K അതുപോലെ തന്നെ 1 to 0 ആവുന്നു, അടുത്തത് 0 to 1 ആവുകയാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പം ഇവിടെ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല, ഔട്ട്പുട്ടിന് ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. അത് 0ൽ നിന്ന് 1, ദെൻ 1ൽ നിന്ന് അടുത്ത 0യിലേക്ക് തന്നെ വരികയാണ് ഒരു ക്ലോക്ക് സൈക്കിൾ കഴിയുമ്പോൾ. K ആണെങ്കിൽ 1 to 0, ദെൻ 0 to 1 എന്ന് പറഞ്ഞ് സെയിം അങ്ങനെ തന്നെ കറങ്ങി വരികയാണ്. സോ വെൻ ബോത്ത് ഇൻപുട്സ് ഓഫ് എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് സൈക്കിൾ ദ ഔട്ട്പുട്ട് വിൽ നോട്ട് ചേഞ്ച്. ഔട്ട്പുട്ടിന് ചേഞ്ച് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല, സെയിം വാല്യൂവിൽ തന്നെയാണ് കറങ്ങി വരുന്നത്.
11th question, which of the following is correct for a gated D-type flip-flop? ഒരു gated D-type flip-flopil ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നാണ്. അപ്പോൾ ഒരു D-type flip-flopന്റെ ട്രൂത്ത് ടേബിൾ അറിഞ്ഞു വെക്കുക. അതായത് നമ്മൾ പറഞ്ഞു D 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കാം. The Q output is either set or reset as soon as D input goes high or low. The output complement follows the input when enabled. Only one of the input can be high at a time. The output toggles if one of the inputs held high. എന്താണ് ഇവിടെ വരുന്നത്? Q output സെറ്റോ റീസെറ്റോ ചെയ്യും D ഇൻപുട്ടിന് അനുസരിച്ചാണല്ലേ. D 0 ആവുകയാണെങ്കിൽ Q ഉം 0 ആവുകയാണ്. D 1 ആവുകയാണെങ്കിൽ Q ഉം 1 ആവുകയാണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. 11th question, a basic SR flip-flop can be constructed by cross coupling of which of the basic logic gates? അപ്പോൾ നമ്മൾ മുമ്പേ ക്രോസ് കപ്ലിങ്ങിന്റെ കാര്യം പറഞ്ഞില്ല, അത് നേരെ തിരിച്ചൊരു ചോദ്യമാണ് ഇവിടെ. ഇവിടെ ക്രോസ് കപ്ലിംഗ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? നോറും നാൻഡും ആണ്. നേരെ തിരിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കണ്ടോ, നോറും നാൻഡും ആണ് ക്രോസ് കപ്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. The logic circuit whose outputs at any instant of time depends only on the present input but also on the past output is called present input നെയും അതുപോലെ തന്നെ past output നെയും ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? സീക്വൻഷ്യൽ സർക്യൂട്ട് എന്നാ പറയുന്നത്. ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ നമ്മൾ അതിനെ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്നുമാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, whose operations are more faster among the following? ഈ കോമ്പിനേഷണൽ സർക്യൂട്ടിന്റെ ആണോ, സീക്വൻഷ്യൽ ആണോ, ലാച്ചസ് ആണോ, ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഓപ്പറേഷൻ ആണോ ഫാസ്റ്റർ? ഓഫ് കോഴ്സ് കോമ്പിനേഷനിൽ ആണ്. കാരണം സീക്വൻഷ്യലിൽ തന്നെ വരുന്നതാണ് ലാച്ചും ഫ്ലിപ്പ് ഫ്ലോപ്പും. ഇതിനെല്ലാം ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ക്ലോക്ക് സിഗ്നൽ അല്ലെങ്കിൽ പാസ്റ്റ് പ്രീവിയസ് ഔട്ട്പുട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. അതായത് കോമ്പിനേഷണൽ സർക്യൂട്ട് ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അവിടെ മെമ്മറി ഇല്ലാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ സമയവും കുറവ് മതി, ഫാസ്റ്റർ ആയിരിക്കും. അപ്പം കോമ്പിനേഷണൽ സർക്യൂട്ട് ആണ് ഫാസ്റ്റർ എന്ന് പറയുന്നത്. How many types of sequential circuits are there? Sequential circuit മെയിൻ ആയിട്ട് 2 types ആണുള്ളത്, 2 എണ്ണമാണുള്ളത്. സിങ്ക്രണസ് എന്നും അസിങ്ക്രണസ് എന്നും പറഞ്ഞ 2 ടൈപ്പ് ആണുള്ളത്. സിങ്ക്രണസ് ആണെങ്കിൽ നമ്മൾ ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്തിട്ടാണ് ട്രിഗറിങ് നടക്കുന്നത്. അസിങ്ക്രണസ് ആണെങ്കിൽ അവിടെ ക്ലോക്ക് സിഗ്നലിന്റെ ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ 2 ടൈപ്സ് ആണുള്ളത്. The basic latch consists of, basic latchesൽ മെയിൻ ആയിട്ട് 2 ഇൻവേർട്ടേഴ്സ് ആണുള്ളത്. ബേസിക് ലാച്ചസിൽ Q is equal to 0 എന്നും Q is equal to 1 അല്ലെങ്കിൽ Q ബാർ, Qവും Q ബാറും എന്നുള്ളൊരു സെൻസിൽ ഇവിടെ 2 ഇൻവേർട്ടേഴ്സ് ആണുള്ളത്. ഓക്കെ, സോ ഇത് ലാച്ചസ് എന്താണെന്നുള്ള കാര്യങ്ങളാണ്. ലാച്ചസ് എന്ന് പറയുന്നത് ബേസിക് സ്റ്റോറേജ് എലമെന്റ് ആണ്. നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ലാച്ചസ് കൺട്രോൾഡ് ബൈ എ ക്ലോക്കിന്റെ ക്ലോക്ക് ട്രാൻസിഷൻസ് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അസിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ടിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അസിങ്ക്രണസ് എന്ന് വെച്ചാൽ ക്ലോക്ക് സർക്യൂട്ട് ഇല്ല, ക്ലോക്കിന്റെ ട്രിഗറിങ് ഇല്ലാത്ത സീക്വൻഷ്യൽ സർക്യൂട്ട് ആണ് ലാച്ചസ് എന്ന് പറയുന്നത്. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ക്ലോക്ക് പൾസ് യൂസ് ചെയ്യാത്തതിനാണ് നമ്മൾ ലാച്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലാച്ച് വിത്ത് ക്ലോക്ക് ആകുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയി. കമ്പാരിസണിന് വേണ്ടിയിട്ട് നോക്കിയാൽ മതി. The output of latches will remain in set or reset until the output of latches will remain in set or reset until the trigger pulse is given to change the state. Any pulse given to go to the previous state. They don't get any pulse more. The pulse is edge triggered. ഇവിടെ എന്താണ്? ലാച്ചസ് സെറ്റോ റീസെറ്റോ ആവുന്നത് എപ്പോഴാണ്? ഒരു ട്രിഗർ പൾസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് മാറുന്നത് അല്ലേ. സോ ദ ട്രിഗർ പൾസ് is given to change the state എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. 18th question. The circuits of NOR based SR latch classified as asynchronous sequential circuit. അത് asynchronous എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ക്ലോക്ക് ഇല്ല. NOR based SR ലാച്ചിൽ ക്ലോക്ക് ഇല്ല. കാര്യം എന്താണ്? അവിടെ നമ്മൾ പറഞ്ഞു അവിടെ ക്രോസ് കപ്ലിംഗ് കണക്ഷൻ ആണ്. ക്രോസ് കപ്ലിംഗ് കണക്ഷൻസ് കാരണം അവിടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ആ ക്രോസ് കപ്ലിംഗ്, ഒരെണ്ണത്തിന്റെ ഔട്ട്പുട്ട് മറ്റേതിന്റെ ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ക്രോസ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അവിടെ ക്ലോക്ക് സിഗ്നൽ ഇല്ല, പക്ഷെ ക്രോസ് കപ്പിൾഡ് കണക്ഷൻ മൂലമാണ് ഫീഡ്ബാക്ക്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ അസിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട്സിനകത്ത് കൺസിഡർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ. ക്രോസ് കപ്ലിംഗ് കണക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ഗേറ്റ്സ് ആണ് അവിടെ ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്. 19th question, master slave configuration is used in flip flop. Flip flopil master slave, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ റേസ് അറൗണ്ട് കണ്ടീഷൻ ആണ്. അതായത് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കണ്ടോ, J is equal to K is equal to 1 എന്ന് പറയുന്നത് ടോഗിൾ കണ്ടീഷൻ ആണ്. അതായത്
അതായത് ഫോർ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ജെയും കെയും ക്ലോക്കും ഹൈ ആണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് അത് ടോഗ്ലിങ്ങിൽ, അതായത് അൺസർട്ടനിറ്റി കണ്ടീഷനിൽ ഇരിക്കും. ഇതിനെയാണ് നമ്മൾ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ റേസ് അറൗണ്ട് കണ്ടീഷൻ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡിലേ ഇൻക്രീസ് ചെയ്യാം, എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യാം. ഒരു മാസ്റ്ററും ഒരു സ്ലേവും കണക്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്നത് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അല്ലെങ്കിൽ റേസ് അറൗണ്ട് കണ്ടീഷൻ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആണ്. ഇഫ് ഇൻപുട്ട് ടു ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡി പോലെ തന്നെ ഒരെണ്ണം ഉള്ളതാണ് ടി എന്ന് പറയുന്നത്. ഇത് ഇൻപുട്ട് ടു ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് 200 ഹെർട്സ് സിഗ്നൽ ആണെങ്കിൽ then what will be the output signal frequency if 4 ടി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ കണക്റ്റഡ് ഇൻ കാസ്കേഡ്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ഹാഫ് ആയിരിക്കും ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ ഹാഫ് ആയിരിക്കും ഒരെണ്ണം. അതുപോലെ 4 ടി ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഓരോ തവണയും ഹാഫ് ആയി പോവല്ലേ. അപ്പൊ 2⁴ ആണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഇൻപുട്ട് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ എത്ര ടി ഫ്ലിപ്പ് ഫ്ലോപ്സ്, n നമ്പർ ഓഫ് ടി ആണെന്നുണ്ടെങ്കിൽ 2⁻n ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസി 200 ഹെർട്സ് ആണ്. അങ്ങനെ ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 2, അതായത് 2⁸ 2⁴ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2⁴ എന്ന് പറയുന്നത് 16, 200നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 12.5 ഹെർട്സ് എന്ന് വരും. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ 3 ടി ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉള്ളെങ്കിൽ 2³ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 ആണെങ്കിൽ 2² 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഒരെണ്ണമേ ഉള്ളെങ്കിൽ ജസ്റ്റ് ഹാഫ് എടുക്കുക. How many flip-flop circuits are needed to divide by 16? Divide by 16 കൗണ്ടർ ആണല്ലോ. ഡിവൈഡ് ബൈ 16 കൗണ്ടറിന് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം എന്നാണ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ എണ്ണം, നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ എണ്ണം, ഓക്കെ, ഒരു മോഡുലോ n കൗണ്ടറിന്, ഒരു മോഡുലോ n കൗണ്ടർ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എണ്ണം എന്ന് പറയുന്നത് 2⁻n ആയിരിക്കണം. അതിനെക്കാട്ടിൽ ഗ്രേറ്റർ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ മോഡുലോ 16 കൗണ്ടർ ആണ് അല്ലെ, മോഡുലോ 16 കൗണ്ടർ ആണ്. അപ്പൊ 2⁻n എന്ന് പറയുന്നത് n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമുക്ക് വേണ്ടത്. ആ n എന്ന് പറയുന്ന സാറ്റിസ്ഫൈഡ് ഇക്വേഷൻ എന്താണ്? 2⁻n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16. ഏത് വാല്യൂലാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? 2⁴ എന്ന് പറയുന്നതാണ് 16. സോ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആകാം. 4. A flip-flop changes its state during a complete operational circle, falling edges of the clock pulse, rising edges of the clock pulse, both answers B and C. Flip flop അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് falling edgesലും rising edgesലും ചേഞ്ച് ചെയ്യും. രണ്ടും കറക്റ്റ് ആണ്. സോ ബോത്ത് B and C എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. 23rd question. For an edge triggered D flip flop, a change in the state of the flip flop can occur only at a clock pulse edge. The state that the flip flop goes to depends on the D input. The output follows the input at each clock pulse. All of these answers. ഇപ്പം ഡി ഫ്ലിപ്പ് ഫ്ലോപ്പില് the output എന്ന് പറയുന്നത് ഇൻപുട്ടിനെ ഫോളോ ചെയ്യും, അത് കറക്റ്റ് ആണ്. The state that flip flop goes to depend on D ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതും ശരിയാണ്. The change in the state of the flip flop can occur only at a clock pulse edge. ഒരു ക്ലോക്ക് പൾസ് എഡ്ജിലേ ഉള്ളൂ, അതും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ all of these answers ആണ് റൈറ്റ് ആൻസർ ആയിട്ടുള്ളത്. 24th question. Consider the following statements. Race around condition occurs in JK flip flop when the inputs are 1 1. അത് കറക്റ്റ് ആണ് അല്ലേ? റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് 1 1, J is equal to K is equal to 1 ആവുന്ന കണ്ടീഷൻ ആണ്. A flip flop is used to store 1 bit of information is also right. A transparent latch consists of D-type flip flops. അതും കറക്റ്റ് ആണ്. Master slave configuration is used in flip flop to store 2-bit information ആണോ? അല്ല, അത് റേസ് അറൗണ്ട് കണ്ടീഷന് ഒഴിവാക്കി എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ ഉള്ളത്. അപ്പം ബാക്കി 3 എണ്ണവും ശരിയാണ്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കറക്റ്റ്? 1, 2, 3 ശരിയാണ്. സോ ഓപ്ഷൻ എ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് അത് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ കുറെയൊക്കെ നമുക്ക് ഓപ്ഷനിൽ നിന്നൊന്നും കൂടി എലിമിനേറ്റ് ചെയ്ത് പോകാനായിട്ടും പറ്റും. 25th question. If TP is pulse width, delta t എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഡിലേയും ടി എന്ന് പറയുന്നത് പീരീഡ് ഓഫ് പൾസ് ട്രെയിനുമാണെങ്കിൽ ഏത് കണ്ടീഷൻ ആണ് ദ ഫോളോയിങ് കണ്ടീഷൻ ക്യാൻ അവോയ്ഡ് ദ റേസ് അറൗണ്ട് കണ്ടീഷൻ? റേസ് അറൗണ്ട് കണ്ടീഷനെ അവോയ്ഡ് ചെയ്യാനുള്ള കണ്ടീഷനാണ് ചോദിച്ചേക്കുന്നത്. സോ ശ്രദ്ധിച്ച് പഠിച്ചോളുക.
2Tp ലെസ് ദാൻ ഡെൽറ്റ ടി ലെസ് ദാൻ ടി ആണ്. അതായത് പൾസ് വിഡ്ത്തിന്റെ ഡബിൾ എന്ന് പറയുന്നത് ഏറ്റവും കുറവാണ്. അതെ, ഡെൽറ്റ ടി പ്രൊപ്പഗേഷൻ ഡിലേക്കാട്ടിലും കുറവാണ്. പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് പൾസിന്റെ പീരീഡിനെക്കാട്ടിലും കുറവാണ്. 2Tp ലെസ് ദാൻ ഡെൽറ്റ ടി ലെസ് ദാൻ ടി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ലാച്ചസിൽ ഡിസ്കസ് ചെയ്തത്. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. Thank you so much.